കടപ്പുറം പഞ്ചായത്തിലും ചാവക്കാട് ബീച്ചിലും കടൽക്ഷോഭം അതിരൂക്ഷമാണ് എന്നുള്ള വിവരമുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമാണ്. അവിടെ ഭിത്തികെട്ടി സംരക്ഷണം ഏർപ്പെടുത്തണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഒരുപാട് ഉന്നയിക്കുന്നുണ്ട്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ നേരത്തെ MS സനീഷ് റിപ്പോർട്ട് ചെയ്തതുപോലെ ഇടവിട്ടുള്ള മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇരുവിഴഞ്ഞി പുഴയിലും ചെറുപുഴയിലും ഇന്നലെ ഉള്ളതുപോലെ നിറഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. തീരപ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശമടക്കം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ സ്ഥലങ്ങളിൽ വെള്ളം കയറുന്നു. ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. നമുക്കിത് തിരുവനന്തപുരം ജില്ലയിലേക്കൊന്ന് പോകണം. തിരുവനന്തപുരത്ത് നിന്ന് MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. മിഥുൻ, നമുക്കറിയാം സിറ്റിയിലും നമ്മുടെ ഓഫീസൊക്കെ നിൽക്കുന്ന കഴക്കൂട്ടം ആക്കുളം മേഖലയിലുമൊക്കെ ശക്തമായ മഴ 2 ദിവസമായി ഉണ്ട്. തുടർച്ചയായ മഴയാണ്. അല്പം ഒരു ശമനം ഇന്ന് രാവിലെ ചെറിയൊരു ശമനം ഉണ്ടായിരുന്നതിനപ്പുറം. പക്ഷേ അവധി പ്രഖ്യാപിക്കേണ്ട പശ്ചാത്തലമൊന്നുമില്ല. താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് അവസ്ഥ എന്താണ്? മറ്റ് വിവരങ്ങൾ എന്താണ്? മഴയുമായി ബന്ധപ്പെട്ട് പുതിയ മുന്നറിയിപ്പുകൾ വല്ലതുമുണ്ടോ? രാജ്യത്തെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം നിലവിൽ തെക്കൻ ജില്ലകളിലൊന്നും തന്നെ കാര്യമായ അലർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. 2 ജില്ലകളിൽ, അത് മധ്യ കേരളത്തിലും ഒപ്പം തന്നെ വടക്കൻ കേരളത്തിലും മാത്രമാണ് പുതിയ അലർട്ട് പ്രകാരം ഈ മുന്നറിയിപ്പുള്ളത്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും 2 ജില്ലകളിൽ, അതായത് വയനാട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ, തെക്കൻ ജില്ലകളിലൊക്കെ തന്നെ കാര്യമായ അലർട്ടുകളൊന്നും തന്നെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള ഈ ഒരു അലർട്ട് പ്രകാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പുലർച്ചയോടുകൂടി വലിയ രീതിയിലുള്ള മഴയായിരുന്നു തലസ്ഥാന നഗരിയിൽ അനുഭവപ്പെടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കാര്യമായ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നഗരപ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുകയാണ്. നമ്മൾ നേരത്തെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. പല റോഡുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ലായിരുന്നു. കൂടാതെ ഈ ഓടയുടെ നിർമ്മാണമൊക്കെ പാതി വഴിയിൽ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെയാണ് തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള ഒരു സാധ്യത എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ മന്ത്രിമാർ, അതായത് തലസ്ഥാന നഗരിയിൽ നിന്നുള്ള മന്ത്രിമാരുടെ യോഗത്തിൽ വ്യക്തമാക്കിയതായിരുന്നു. അതായത് ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞിരുന്ന ഒരു ഡേറ്റ് അത് ജൂൺ 15 ആയിരുന്നു. അതിനു മുമ്പ് തന്നെ ഈ പണികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ടിന് ഒരു ശാശ്വത പരിഹാരം കാണുമെന്നായിരുന്നു അറിയിച്ചെങ്കിൽ പോലും തന്നെ ഇപ്പോഴും അത് പ്രതിസന്ധിയിലായി തന്നെ തുടരുന്നു. അത് താളം തെറ്റി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മലയോര മേഖലയിൽ ഇപ്പോഴും ഇടവിട്ട മഴ പെയ്യുന്നുണ്ട്. കൂടാതെ കരമനയാറൊക്കെ നിറഞ്ഞു കവിയുന്ന സ്ഥിതിവിശേഷമുണ്ട്. പേപ്പാർ ഡാം, ഒപ്പം തന്നെ നെയ്യാർ ഡാം, അരുവിക്കര ഡാം തുടങ്ങിയൊക്കെ അതിന്റെ ഷട്ടറുകൾ 1 സെന്റിമീറ്റർ ഉയരത്തിൽ പൊക്കി ഇപ്പോൾ കൂടുതൽ വെള്ളം ഒഴുക്കിവിടുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കരമന ആറ്റിലും ഈ ആറുകളുടെ സമീപം താമസിക്കുന്ന ജനങ്ങൾക്ക് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പക്ഷേ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പലയിടങ്ങളിലും, ഈ മലയോര മേഖലയിലെ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ ചില രീതിയിൽ ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. പൊന്മുടി റൂട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവിടെയൊക്കെ തന്നെ ചില ഈ ഒരു മരം കടപുഴകി വീണതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഈ ഒരു സമയത്ത് നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത്. പക്ഷേ തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുന്നു. ചെറിയ ഇടങ്ങളിൽ, അതായത് താഴ്ന്ന പ്രദേശങ്ങൾ കൂടുതലുള്ള മേഖലയാണ്. അവിടെയൊക്കെ ഇപ്പോഴും കഴിഞ്ഞ 2 ദിവസമായി തലസ്ഥാന നഗരിയിൽ അതിരൂക്ഷമായിട്ടുള്ള, അതിശക്തമായിട്ടുള്ള മഴയാണ് ലഭ്യമാകുന്നത്. പക്ഷേ കാര്യമായ അലർട്ടിലേക്ക് പോയില്ല. കഴിഞ്ഞ ദിവസം ഓറഞ്ച് അലർട്ട് ആയിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം നിലവിലെ സാഹചര്യത്തിൽ ഒരു അലർട്ടും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും വരും മണിക്കൂറുകളിൽ, ഇനി 10 മണിയോട് കൂടെയാണ് ഏറ്റവും ഒടുവിൽ ഇനി അലർട്ടുകൾ പുറത്തു വരേണ്ടതായിട്ടുള്ളത്. അതിൽ തെക്കൻ ജില്ലകളിൽ ഏതൊക്കെ ജില്ലകളിലാണ് ഇനി കൂടുതൽ മഴ അലർട്ടുകൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ ശാന്തമാണ്. രാവിലെ വലിയ രീതിയിൽ മഴ പെയ്തുവെങ്കിൽ പോലും തന്നെ ഇപ്പോൾ മഴയ്ക്കൊരു ശമനം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നാണ് നമ്മുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്ത് ശരണ്യ സ്നേഹജൻ, MS സനീഷ് കുമാർ, ഡാനി പോൾ, MG മിഥുൻ, ശശിനാരായണൻ, പ്രിൻസ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചു. നമുക്ക് തിരിച്ചുവരാം.